പ്രാർത്ഥനയുടെ പ്രാധാന്യം കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, അതായത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. സമാധാനമില്ലാതെ ജനം നെട്ടോട്ടം ഓടുകയാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം എവിടെ ലഭിക്കുമെന്ന് തേടി അലയുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രശ്നമെങ്കിൽ മറ്റൊരു ഭാഗത്ത് ശാരീരിക രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ, ഒരിടത്ത് കുടുംബ പ്രശ്നമെങ്കിൽ മറ്റൊരിടത്ത് തലമുറകൾ വഴിതെറ്റിയായിരിക്കുന്നു. ഇങ്ങനെ ഏത് മേഖലയിലായാലും ശരി, പല പ്രശ്നങ്ങളാലും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ ആപത്തുകളുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ്വലോകത്തേക്കാൾ വിലയുള്ള മനുഷ്യൻ്റെ ആത്മാവ് അശുദ്ധിയിലും അന്ധകാര ബന്ധനങ്ങളിലും അകപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ഈ അവസ്ഥകളിൽ നിന്നും മനുഷ്യനെ നേരായ പാതയിലേക്ക്, നന്മയിലേക്ക് നയിപ്പാൻ ചില ഊഴിയ വേലക്കാർ ആവശ്യമാണ്. വിശ്വസ്തരും വിശുദ്ധിയുള്ളവരുമായ വേലക്കാർ അതിനുവേണ്ടി പ്രാഗൽഭ്യത്തോടെ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ ജനം രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇടയനില്ലാത്ത ആടുകളെ പോലെ അങ്ങുമിങ്ങും ചിതറിയായിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ട മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ചിലർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അന്ന് യേശു കർത്താവ് ജനത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരിൽ ചുരുക്കം. അതിനാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് യാചിപ്പീനെന്ന് പറഞ്ഞു. ഇന്നും അങ്ങനെ ഒരു പ്രാർത്ഥന അത്യാവശ്യമായിരിക്കുന്നു. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശങ്ങളിൽ സുവിശേഷം എത്തണം. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ജനം സുവിശേഷം അറിയണം. യേശുവാണ് രക്ഷാമാർഗമെന്ന് ലോകത്തോട് പറയണം. യേശുവിലൂടെ മാത്രമേ നിത്യജീവനിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിലൂടെ മാത്രമേ ലഭിക്കൂ. അതിനാൽ ഈ നല്ല വാർത്ത അറിയാവുന്നവർ, വിശ്വാസികളായാലും സുവിശേഷ പ്രവർത്തകരായാലും, വീണ്ടും ആത്മാർത്ഥതയോടെ ക്രിസ്തുവിൻ്റെ പത്രമായി ജീവിക്കണം. അതിലുപരിയായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞുവല്ലോ. അതിനാൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം.